നമസ്കാരം. പ്രധാന വാർത്തകൾ. വികസന പ്രശ്നങ്ങൾ ഉയർത്തി മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ നഗരസഭയിലേക്ക് മുസ്ലിം ലീഗ് മാർച്ച്. പോലീസ് പ്രവർത്തകരെ ചവിട്ടിയെന്നാരോപിച്ച് ഉന്തും തള്ളും. സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിക്കാരായിട്ടും നഗരസഭയിൽ വേണ്ടത്ര വികസനം കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത പി അബ്ദുൽ ഹമീദ് MLA. ഷൊർണൂർ നഗരസഭയിൽ ദുർഭരണവും അനധികൃത നിയമനവും ആരോപിച്ച് BJP കൗൺസിലർമാരുടെ ഉപവാസം. കേന്ദ്ര പദ്ധതികളെ നഗരസഭ അവഗണിക്കുന്നുവെന്നും BJP കൗൺസിലർമാർ. കാപ്പ ശിക്ഷ കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചെത്തിയ യുവാവ് വീണ്ടും അറസ്റ്റിൽ. നീലാഞ്ചേരി സ്വദേശി വിഷ്ണുവിനെയാണ് മലപ്പുറം കരുവാരക്കുണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് പരാതി നൽകിയവരെ വീട്ടിൽ കയറി ആക്രമിച്ചതിനെ തുടർന്ന്. മുതിർന്ന കോൺഗ്രസ് നേതാവും KPCC മുൻ സെക്രട്ടറിയുമായ PJ പൗലോസ് അന്തരിച്ചു. 80 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് മണ്ണാർക്കാട് കുമരംപുത്തൂർ സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയിൽ. വിട പറഞ്ഞത് അട്ടപ്പാടി ഉൾപ്പെടെ മലയോര മേഖലകളിൽ കോൺഗ്രസിന് വേരുകളുണ്ടാക്കിയ നേതാവ്. ലൈഫ് മിഷൻ പട്ടികജാതിക്കാരിൽ അർഹരായ മുഴുവൻ ഗുണഭോക്താക്കൾക്കും ആനുകൂല്യം നൽകുന്ന പാലക്കാട് ജില്ലയിലെ ആദ്യ പഞ്ചായത്തായി അമ്പലപ്പാറ. 307 ഗുണഭോക്താക്കൾക്കാണ് വീട് ലഭിക്കുക. വാർത്തകളിലേക്ക് വിശദമായി. വികസന പ്രശ്നങ്ങൾ ഉയർത്തി മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ നഗരസഭ കാര്യാലയത്തിലേക്ക് മാർച്ച് നടത്തി. സമരത്തെ തടഞ്ഞ പോലീസ് മുസ്ലിം ലീഗ് പ്രവർത്തകരെ ചവിട്ടിയെന്നാരോപിച്ച് ഏറെ നേരം പ്രതിഷേധക്കാരുടെ ഉന്തും തള്ളുമുണ്ടായി. നജീബ് കാന്തപുരം MLA ഇടപെട്ട് പ്രവർത്തകരെ ശാന്തരാക്കുകയായിരുന്നു. മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറിയും MLAയുമായ പി അബ്ദുൽ ഹമീദ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ജൂബിലി റോഡ് ഉൾപ്പെടെ നഗരസഭയിലെ തകർന്നു കിടക്കുന്ന റോഡുകൾ ഗതാഗത യോഗ്യമാക്കുക, ആയുർവേദ ആശുപത്രി കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കുക, ഹോമിയോ ആശുപത്രിയിൽ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക, ഹൈടെക് മാർക്കറ്റ് കോംപ്ലക്സ് നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കുക, നൂറുകണക്കിന് കുടുംബങ്ങൾ താമസിക്കുന്ന ഫ്ളാറ്റ് സമുച്ചയത്തിൽ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുക, ഹരിതകർമ്മസേന പിരിച്ചെടുത്ത ഫണ്ട് തിരിമറി നടത്തിയത് അന്വേഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് മുസ്ലിം ലീഗ് നഗരസഭാ കാര്യാലയത്തിലേക്ക് മാർച്ച് നടത്തിയത്. മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ പോലീസ് മാർച്ച് തടഞ്ഞു. സമരത്തെ തടഞ്ഞ പോലീസ് മുസ്ലിം ലീഗ് പ്രവർത്തകരെ ചവിട്ടിയെന്നാരോപിച്ച് ഏറെ നേരം പ്രതിഷേധക്കാരുടെ ഉന്തും തള്ളുമുണ്ടായി. നജീബ് കാന്തപുരം MLAയും പ്രവർത്തകരും ഇടപെട്ട പ്രതിഷേധക്കാരെ ശാന്തരാക്കുകയായിരുന്നു. ഞാൻ ഇവിടെ വളരെ കൃത്യതയോടെ പറയാം, മര്യാദക്കല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞ് എല്ലാവരുടെയും നെഞ്ചത്ത് പതിച്ച മുഴുവൻ പേരും ഞങ്ങൾ നോട്ട് ചെയ്ത് വെച്ചു. ഞങ്ങളുടെ കുട്ടികൾ ആരെങ്കിലും കൈയോട് തൊട്ടിട്ടുണ്ടെങ്കിൽ അതിന് പകരം വേണ്ടിയിട്ടല്ലാണ്ട് ഇവിടുത്തെ പോകുന്ന പ്രശ്നം. ഇവിടെ എല്ലാവരും ശാന്തരായി നിൽക്കുക. നമ്മൾ ആദ്യ സമരമാണ്, ഇത് കൈകാര്യം ചെയ്ത കാര്യം ഞാൻ ഏറ്റു. അവിടെ മര്യാദയ്ക്ക് വെച്ചു. മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറിയും MLAയുമായ പി അബ്ദുൽ ഹമീദ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ ഭരണക്കാർ പിന്തുണ കൊടുക്കുന്ന നഗരസഭയാണ് പെരിന്തൽമണ്ണ. ഒട്ടേറെ പദ്ധതികൾ നടപ്പാക്കാൻ സാധിക്കുമായിരുന്നുവെന്നും നഗരസഭയുടെ ഭാഗത്ത് നിന്ന് അതുണ്ടായില്ലെന്നും അബ്ദുൽ ഹമീദ് MLA പറഞ്ഞു. ഇവിടെ 30 വർഷമായി 3 പതിറ്റാണ്ട് കാലമായി ഈ മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന ഇടതുപക്ഷമാണ്. ഈ കഴിഞ്ഞ 9 വർഷം
അല്ലെങ്കിൽ കഴിഞ്ഞ 5 വർഷം നിങ്ങൾ പരിശോധിച്ചു നോക്കും. ഈ 9 വർഷം എന്ന് ഞാൻ പറയാൻ കാരണം ഇടതുപക്ഷം അധികാരത്തിലിരിക്കുകയാണ്. ഇടതുപക്ഷം അധികാരത്തിൽ തുടർച്ചയായിട്ട് 9 കൊല്ലമായിട്ട് 9.5 കൊല്ലമായിട്ട് ഇടതുപക്ഷം അധികാരത്തിലിരിക്കുകയാണ്. അവർക്ക് അങ്ങേയറ്റം പിന്തുണ കൊടുക്കുന്ന ഭരണകൂടമാണ് ഈ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിലെ ഭരണകൂടം. എന്ത് പരിപാടികൾ വേണമെങ്കിലും നടപ്പിലാക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം. ഈ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി സർക്കാരിന്റെ ഫണ്ടൊന്നും വേണ്ട, ഒരു നയാ പൈസ സർക്കാർ തരണ്ട. ഇവിടുന്ന് കിട്ടുന്ന വരുമാനം മാത്രം മതി എന്ത് വികസന പരിപാടികളും ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ. കേരളത്തിൽ, ഞാനത് പറയുന്നത് വെറുതെ അല്ല, കേരളത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള മുനിസിപ്പാലിറ്റിയിൽ മുൻപന്തി നിൽക്കുന്ന മുനിസിപ്പാലിറ്റിയാണ് പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി. എന്താണ് ഇവിടെ നടക്കുന്നത്? ഏത് ഭാവനാസമ്പന്നമായ പരിപാടികൾ വേണമെങ്കിലും ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ സാധിക്കും. അതിനുള്ള ഭൗതിക സാഹചര്യങ്ങളുടെ നിലനിൽക്കുകയാണ്. LC ഏരിയ ജില്ലാ കമ്മിറ്റി ഘടകങ്ങൾ പറയുന്നത് പോലെയാണ് നഗരസഭാ ഭരണസമിതി പ്രവർത്തിക്കുന്നത്. ജനങ്ങളുടെ കാതലായ പ്രശ്നങ്ങൾ അവർക്കൊരു വിഷയമല്ലെന്നും പി അബ്ദുൽ ഹമീദ് കുറ്റപ്പെടുത്തി. LDF ആണ് ഏരിയ കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റി, DC കമ്മിറ്റി, അവരെന്താ പറയുന്നത് അതാ പോയി ഭരണകൂടം നടപ്പിലാക്കുന്നത്. അതാണ് ഞാൻ നിങ്ങൾ പറയും 37 വാർഡുകളെ മുനിസിപ്പാലിറ്റികൾ 37 വാർഡിലേക്ക് കടന്നില്ലേ. അവിടെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ നിങ്ങൾ അവരുമായിട്ട് സംവദിക്കുന്ന നിങ്ങളോട് കാര്യങ്ങൾ പറയണ്ടേ? നിങ്ങൾ പറയണവരോട് ഇവിടെ ഞങ്ങൾ അധികാരത്തിൽ വരാണെങ്കിൽ ഇതൊക്കെ പരിഹാരം ധൈര്യമായിട്ട് നിങ്ങൾക്ക് പറയാം. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജനങ്ങൾക്ക് വാഗ്ദാനം കൊടുക്കാം. ഒരു മടിയും കാണിക്കാൻ അത്രക്കും മടുത്ത്. ഇപ്പൊ ഞാൻ ഇവിടെ ഒലിങ്കരയിലെ ഫ്ലാറ്റ്, എന്താ ഫ്ലാറ്റിന്റെ സ്ഥിതി? അടിസ്ഥാന സൗകര്യങ്ങൾ വല്ലൂടെ എത്ര കുടുംബങ്ങളെ അവിടെ മാറ്റിയത്? മാലിന്യ സംസ്കരണമുണ്ടോ? എത്ര 300 കുടുംബക്കാര് ഞങ്ങൾ ലൈഫ് ഭവന നിർമ്മാണ പദ്ധതി അട്ടിമറിച്ചുകൊണ്ട് നടപ്പിലാക്കിയ പദ്ധതിയാണ്. അവിടെ താമസിക്കുന്ന ഒലിങ്കരയിലേക്ക് ചെല്ലി ചോദിച്ചു നോക്കി എന്താ അവിടുത്തെ ആൾക്കാരുടെ സ്ഥിതി. ഞങ്ങളിത് വെറുതെ പറയുന്നതല്ല, ഇവിടെ മാധ്യമ പ്രതികളുണ്ടല്ലോ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വാർഡുകൾ തോറും പ്രവർത്തകരോട് സജ്ജരാകാൻ നിർദ്ദേശിച്ചാണ് ജില്ലാ ജനറൽ സെക്രട്ടറി പ്രസംഗം അവസാനിപ്പിച്ചത്. മുനിസിപ്പൽ മുസ്ലിം ലീഗ് പ്രസിഡന്റ് പച്ചേരി നാസർ അധ്യക്ഷത വഹിച്ചു. നജീബ് കാന്തപുരം MLA മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി താമരത്ത് ഉസ്മാൻ, മണ്ഡലം പ്രസിഡന്റ് AK നാസർ, മുനിസിപ്പൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി നാലകത്ത് ബഷീർ, നഗരസഭാ പ്രതിപക്ഷ നേതാവ് പച്ചേരി ഫാറൂഖ്, മണ്ഡലം ഭാരവാഹികളായ P ബഷീർ, കൊളക്കാടൻ അസീസ്, KP ഫാറൂഖ്, തെക്കത്ത് ഉസ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. മുനിസിപ്പൽ കമ്മിറ്റി ഭാരവാഹികളായ ഹബീബ് മണ്ണെങ്കൽ, കുഞ്ഞു മുഹമ്മദ് കൂരിയാടൻ, ഫിറോസ് പള്ളിൽ, കുന്നത്ത് നൌഷാദ്, പച്ചേരി ജലാൽ, ഉനൈസ് കക്കൂത്ത്, V ഷെരീഫ് തുടങ്ങിയവരും വാർഡ് ഭാരവാഹികളും മാർച്ചിന് നേതൃത്വം നൽകി. ഷൊർണൂർ നഗരസഭയിൽ ദുർഭരണം ആരോപിച്ചും അനധികൃത നിയമനങ്ങൾക്കെതിരെയും കേന്ദ്ര പദ്ധതികളോടുള്ള അവഗണനയ്ക്കെതിരെയും BJP കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ഉപവാസം സംഘടിപ്പിച്ചു. പരിപാടി BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ഇടതു സർക്കാർ ഭരണത്തിൽ നടത്തുന്ന പിൻവാതിൽ നിയമനങ്ങൾ അവസാനിപ്പിക്കുക, റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുക, കേന്ദ്ര സർക്കാർ പദ്ധതികൾ അട്ടിമറിക്കുന്നത് തടയുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചും CPM ദുർഭരണത്തിനെതിരെയും വികസന മുരടിപ്പിനെതിരെയുമാണ് BJPയുടെ നേതൃത്വത്തിൽ ഷൊർണൂർ ടൗണിൽ രാവിലെ മുതൽ ഉപവാസം സംഘടിപ്പിച്ചത്. ഉപവാസം BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. അവർ കാണിക്കുന്ന സ്വജനപക്ഷപാതം, ഇടതുപക്ഷത്തിന്റെ ഭരണത്തില് പ്രതിപക്ഷത്തുള്ള കൗൺസിലർമാരുടെ വാർഡിനോടുള്ള അവഗണന, അത് ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും, അത് ഞങ്ങൾക്ക് എടുത്തു പറയാൻ പറ്റും. സുഹൃത്തുക്കളെ, ഇത്തരത്തിലുള്ള സമയത്താണ് കേന്ദ്രത്തിന്റെ പദ്ധതികൾ എന്തെല്ലാം കൊണ്ടുവരാൻ പറ്റുമെന്ന് നിങ്ങൾ ആലോചിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് പല വാർഡുകളിലും കേന്ദ്രത്തിന്റെ ഫണ്ടുകൾ ഞങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. ഞങ്ങളുടെ രാജ്യസഭാ MP-മാർ മുഖേന കൊണ്ടുവരാൻ കഴിഞ്ഞു. വളരെ നല്ല രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ കാണാൻ കഴിഞ്ഞു. അതുകൊണ്ട് ഷൊർണൂർ പോലുള്ള നഗരസഭ അതൊരു നല്ല നഗരസഭയായി, മാതൃകാ നഗരസഭയായി മാറണമെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഭരണം അവസാനിച്ചേ തീരൂ. ഇടതുപക്ഷത്തിന്റെ ഭരണം അവസാനിക്കാതെ ഇവർക്ക് വികസനം കൊണ്ടുവരാൻ കഴിയില്ല. മണ്ഡലം പ്രസിഡന്റ് R രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. BJP കൗൺസിലർമാരായ EP നന്ദകുമാർ, K പ്രസാദ്, സിനി മനോജ്, നിഷ ശശികുമാർ, KR അശ്വതി, രാധാ സുരേന്ദ്രൻ, T ബിന്ദു, ലേഖ രമേശ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. കാപ്പ ശിക്ഷ കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചെത്തിയ യുവാവ് വീണ്ടും അറസ്റ്റിൽ. നീലാഞ്ചേരി സ്വദേശി പടുകുണ്ടിൽ വിഷ്ണുവിനെയാണ് കരുവാരക്കുണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാൾക്കെതിരെ പരാതി നൽകിയവരെ വീട്ടിൽ കയറി ആക്രമിച്ചെന്നാണ് കേസ്.
അടിപിടി ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളാണ് വിഷ്ണു. കാപ്പ ചുമത്തി നാടുകടത്തപ്പെട്ട പ്രതി ശിക്ഷ കഴിഞ്ഞ് 3 മാസം മുൻപാണ് തിരിച്ചെത്തിയത്. മുൻപുള്ള കേസുകളിൽ തനിക്കെതിരെ പരാതി നൽകിയ സമീപവാസികളുടെ വീട്ടിൽ കയറി ആക്രമിച്ചെന്നാണ് കേസ്. ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച വിഷ്ണുവിനെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ VN ജയൻ, SCPOമാരായ ഉല്ലാസ്, അരുൺകുമാർ, CPOമാരായ ബിജേഷ് കുമാർ, ഷംസീർ എന്നിവരടങ്ങുന്ന സംഘമാണ് അറസ്റ്റ് ചെയ്തത്. പ്രതിയെ മഞ്ചേരി കോടതിയിൽ ഹാജരാക്കും. ന്യൂസ് ബ്യൂറോ, കരുവാരകുണ്ട്. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ KPCC സെക്രട്ടറിയുമായ പനിയാനം പിള്ളിൽ PJ പൗലോസ് അന്തരിച്ചു. 80 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച 12 മണിക്ക് വീട്ടിലെ ശുശ്രൂഷകൾക്ക് ശേഷം വെള്ളപ്പാടം സെന്റ് ജോൺസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ സംസ്കരിക്കും. ബുധനാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് വട്ടമ്പലം സ്വകാര്യ ആശുപത്രിയിൽ PJ പൗലോസ് അന്തരിച്ചത്. 3 വർഷമായി രോഗബാധിതനായിരുന്നു. മൃതദേഹം 12 മണിയോടെ വട്ടമ്പലത്തെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് ബന്ധുക്കളും പ്രവർത്തകരും വിലാപയാത്രയായി വീട്ടിൽ എത്തിച്ചു. പാലക്കാട് ജില്ലയിൽ, പ്രത്യേകിച്ച് അട്ടപ്പാടി ഉൾപ്പെടുന്ന മണ്ണാർക്കാട് മേഖലകളിൽ കോൺഗ്രസിന് സ്വാധീനമുണ്ടാക്കുന്നതിന് ഏറെ ശ്രമിച്ച നേതാവാണ് PJ പൗലോസ്. AK ആന്റണി, ഉമ്മൻചാണ്ടി, വയലാർ രവി തുടങ്ങിയ മുതിർന്ന നേതാക്കളുമായി അടുത്ത ബന്ധം ഉണ്ടായിരുന്നു. കോൺഗ്രസ് നേതാവായിരുന്ന P. ബാലന്റെ ശിഷ്യനായാണ് രാഷ്ട്രീയത്തിലെത്തിയത്. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ്, പാലക്കാട് ജില്ലാ സഹകരണ ബാങ്ക് ഡയറക്ടർ, കോൺഗ്രസ് കോട്ടപ്പാടം മണ്ഡലം പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസ് മണ്ണാർക്കാട് ബ്ലോക്ക് പ്രസിഡന്റ്, പാലക്കാട് ജില്ലാ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ്, DCC സെക്രട്ടറി, DCC വൈസ് പ്രസിഡന്റ്, KPCC സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. നിലവിൽ KPCC അംഗമാണ്. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, ബെന്നി ബെഹനാൻ MP, രാഹുൽ മാങ്കൂട്ടം MLA, DCC പ്രസിഡന്റ് A. തങ്കപ്പൻ, KA ചന്ദ്രൻ, C. ചന്ദ്രൻ, K. ബാലഗോപാലൻ, കളത്തിൽ അബ്ദുള്ള, ജോസ് ബേബി, TR സെബാസ്റ്റ്യൻ, PV രാജേഷ് തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിക്കാനെത്തി. ഭാര്യ ലീലാമ്മ, മക്കൾ ജോഷി പോൾ, മിനി പോൾ, സൗമിനി. അട്ടപ്പാടി ഉൾപ്പെടുന്ന മണ്ണാർക്കാടിന്റെ മലയോര മേഖലകളിൽ കോൺഗ്രസിന് വേരുകൾ ഉണ്ടാക്കിയ നേതാവായിരുന്നു PJ പൗലോസ്. സാധാരണക്കാരുടെയും പ്രവർത്തകരുടെയും പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടുകയും ആവശ്യഘട്ടങ്ങളിൽ സഹായഹസ്തവുമായി മുൻപിലുണ്ടാകുമായിരുന്ന നേതാവ്. PJ എന്ന 2 അക്ഷരത്തിൽ അറിയപ്പെടുന്ന PJ പൗലോസിനെ കുറിച്ച് നേതാക്കൾക്ക് പറയാനുള്ളത്: യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായി പാലക്കാട് ജില്ല മുഴുവൻ ഓടി നടന്നു. ശേഷം കോൺഗ്രസ് പ്രവർത്തനത്തിന് വന്നപ്പോൾ തൊഴിലാളികളുടെ നേതാവായ P. ബാലേട്ടൻ്റെ നേതൃത്വത്തിൽ ഞങ്ങളൊക്കെ പ്രവർത്തകരായി പരിശീലനം ലഭിച്ചു. അതിലൂടെ വളർന്നു വന്നവനാണ്. അവസാനം കുറേ കാലം കിടപ്പിലായി എന്ന് പറയാൻ വൈകില്ല. എങ്കിലും ഓരോ വാചകം അവസാനിപ്പിക്കുമ്പോഴും ഞാൻ വരാം, ഞാൻ കാണാം എന്ന് തന്നെയാണ്. എന്നും പ്രതീക്ഷയിലാണ്. ആ പ്രതീക്ഷ വെച്ചുകൊണ്ട് തന്നെ ഓരോ അന്ത്യം ഭരിച്ചു. എല്ലാ കാലത്തും നിർഭയമായി അഭിപ്രായം പറയുന്ന നേതാവായിരുന്നു PJ പൗലോസ് എന്ന് DCC പ്രസിഡന്റ് A. തങ്കപ്പൻ പറഞ്ഞു. പാലക്കാട് ജില്ലയിലെ തളിയെടുപ്പുള്ള കോൺഗ്രസ് നേതാവാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. എല്ലാ കാലഘട്ടത്തും നിർഭയമായിട്ടുള്ള അഭിപ്രായം പറയുന്ന, വളരെ എല്ലാ കാര്യവും വെട്ടിത്തുറന്ന് പറയുന്ന ഒരു ആദർശധീരനായിട്ടുള്ള ഒരു നേതാവാണ്. ജില്ല മുഴുവൻ ഓടി നടന്ന പാർട്ടിയെ കെട്ടിപ്പടുത്ത നേതാവാണ് PJ. കേരളത്തിലുടനീളം വലിയ സുഹൃത്ത് വലയമുള്ളയാളാണ് PJ എന്ന് KPCC ജനറൽ സെക്രട്ടറി മുത്തലിബ് പറഞ്ഞു. ജില്ല മുഴുവനും ഓടി നടന്ന് സംഘടനാ പ്രവർത്തനം നടത്തുകയും ചെയ്തതിനപ്പുറം കേരളത്തിലൊരു വിപുലമായ സുഹൃത്ത് വലയവും കോൺഗ്രസ് നേതാക്കന്മാരുമായി ഏറെ അടുപ്പവുമുള്ള ഒരു ഉത്തമ പൊതുപ്രവർത്തകനായിരുന്നു. ശ്രീ AK ആന്റണി മുതൽ ഉമ്മൻചാണ്ടിയും അതുപോലെ തന്നെ ബാലേട്ടനും ഉൾപ്പെടെ, അതുപോലെ തന്നെ ചന്ദ്രേട്ടൻ ഉൾപ്പെടെയുള്ളവരൊക്കെ ആ കാലഘട്ടങ്ങളിൽ ഒരുമിച്ച് സംഘടനാ പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. മുൻ ഡെപ്യൂട്ടി സ്പീക്കർ ജോസ് ബേബിയും PJയെ അനുസ്മരിച്ചു. മണ്ണാർക്കാട് ഓഫീസൊന്നും ആയിട്ടില്ല, കോൺഗ്രസിൻ്റെ ഓഫീസൊന്നും ആയില്ല. ഇപ്പോൾ പുഷ്പ ബേക്കറി ഇല്ലേ, അതിൻ്റെ മുകളിലത്തെ അവിടെ അല്ലേ സിദ്ധരാമേട്ടൻ ബ്ലോക്ക് പ്രസിഡന്റ് ആയിരുന്ന കാലത്ത്. അപ്പോൾ അന്ന് മുതലേ പൗലോസ് ചേട്ടൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം നമുക്ക് വളരെ എത്രയോ വർഷങ്ങളായിട്ട്, ഇപ്പം മൂപ്പർക്ക് 79-80 പറഞ്ഞത്. 79 പറഞ്ഞിരിക്കുന്നത്, പക്ഷേ ഒരാൾ പറഞ്ഞ് 80, അതിന് 80 താഴെ വരുന്നത്. അത്രയും കാലത്തെ ഒരു പക്ഷേ എനിക്ക് തോന്നുന്ന ഒരു
ഈ കഴിഞ്ഞ ഒരു 45 വർഷവും നേരിട്ട് മൂപ്പരുമായിട്ടുള്ള മൂപ്പരുടെ പൊതുപ്രവർത്തനത്തെ നോക്കി നിന്ന് ബഹുമാനത്തോട് കാണുകയും നാട്ടുകാരുടെ എല്ലാ പ്രശ്നത്തിലും ഇടപെടുന്ന ഒരാളെന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എത്ര പറഞ്ഞാലും മതിയാവാത്ത അത്രയേറെ സംഭവങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. രാഷ്ട്രീയം നോക്കാതെ സൗഹൃദം സൂക്ഷിക്കാൻ PJക്ക് കഴിഞ്ഞുവെന്ന് CPM ഏരിയ കമ്മിറ്റി അംഗം TR സെബാസ്റ്റ്യൻ പറഞ്ഞു. കഴിഞ്ഞ അരനൂറ്റാണ്ടിലേറെ മണ്ണാർക്കാട്ടെ പൊതുജീവിതത്തിൻ്റെ എല്ലാ വിഷയങ്ങളിലും എല്ലാ കാലത്തും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി വ്യക്തിപരമായ സൗഹൃദങ്ങൾ സൂക്ഷിക്കുകയും ആ സൂക്ഷിക്കുന്ന സൗഹൃദം ആവശ്യമായ ഘട്ടങ്ങളിലെല്ലാം അവരെ സഹായിക്കാനുള്ളൊരു സംവിധാനമാക്കി മാറ്റുകയും ചെയ്ത ഒരു പൊതുപ്രവർത്തകൻ. അദ്ദേഹത്തിൻ്റെ ദീർഘമായ രാഷ്ട്രീയത്തിൽ മണ്ണാർക്കാടിൻ്റെ വികസന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ പൊതുജീവിതവും ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് മാറ്റുന്നതിൽ വലിയ പങ്കുവഹിച്ച ഒരു രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ വിയോഗം എന്ന് പറയുന്നത് മണ്ണാർക്കാട്ടെ പൊതുസമൂഹത്തിനുണ്ടായ നഷ്ടമാണ് എന്നാണ് ഈ സന്ദർഭത്തിൽ ഞാൻ വിശ്വസിക്കുന്നത്. MDMAയുമായി 2 പേർ മങ്കടയിൽ പോലീസിന്റെ പിടിയിൽ. മങ്കട കടന്നമണ്ണ് സ്വദേശികളായ മേലെടുത്ത് ബാസിം, കണ്ണൻപറമ്പിൽ നൌഫൽ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം ജില്ലയിൽ യുവാക്കൾക്കിടയിൽ ലഹരി മരുന്ന് വിൽപ്പന നടത്തുന്ന 2 പേരെ മങ്കട പോലീസും ഡാൻസ് ഓഫ് സ്ക്വാഡും നടത്തിയ പരിശോധനയിലാണ് അറസ്റ്റ് ചെയ്തത്. മങ്കട കടന്നമണ്ണ സ്വദേശികളായ മേലെടുത്ത് ബാസിം, കണ്ണൻപറമ്പിൽ നൌഫൽ എന്നിവരെ പെരിന്തൽമണ്ണ DYSP M പ്രേംജിത്ത്, മങ്കട ഇൻസ്പെക്ടർ അശ്വിത് S കൺമയിൽ എന്നിവരുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തു. ഡാൻസ് ഓഫ് SI ഷിജോസി തങ്കച്ചനും ഡാൻസ് ഓഫ് സ്ക്വാഡും അടങ്ങുന്ന സംഘം മുക്കിൽ ചേരിയം ഭാഗത്ത് നടത്തിയ പരിശോധനയിൽ 5.5 ഗ്രാം MDMAയുമായി കാർ സഹിതം പിടികൂടുകയായിരുന്നു. മങ്കടയിലും പരിസരങ്ങളിലും യുവാക്കൾക്കിടയിൽ ലഹരി മരുന്ന് കച്ചവടം നടത്തുന്നവരാണ് പിടിയിലായവർ. പരിശോധന തുടരുമെന്നും മങ്കട ഇൻസ്പെക്ടർ അശ്വിത് S കൺമയിൽ അറിയിച്ചു. ബാസിദ് നൌഫൽ എന്നിവരുടെ പേരിൽ അടിപിടി കേസുകളുണ്ട്. ബാസിമിൻ്റെ പേരിൽ തിരൂരങ്ങാടി, മങ്കട സ്റ്റേഷനുകളിൽ NDPS കേസുകളും നിലവിലുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ഇടവേള. വാർത്തകൾ തുടരുന്നു. ലൈഫ് മിഷൻ പട്ടികജാതി ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാ ഗുണഭോക്താക്കൾക്കും ആനുകൂല്യം നൽകുന്ന ആദ്യ പഞ്ചായത്തായി അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത്. ഗുണഭോക്താക്കളുടെ രേഖാ പരിശോധനാ യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. വിജയലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. ലൈഫ് മിഷൻ സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിയുടെ പട്ടികജാതി ഗുണഭോക്തൃ ലിസ്റ്റിൽ അർഹരായ മുഴുവൻ ഗുണഭോക്താക്കൾക്കും ആനുകൂല്യം നൽകുന്ന പാലക്കാട് ജില്ലയിലെ ആദ്യ പഞ്ചായത്തായി മാറിയിരിക്കുകയാണ് അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത്. SC വിഭാഗത്തിൽപ്പെട്ടവരുടെ മുൻഗണനാ ലിസ്റ്റിൽ 307 ഭവനരഹിതരും 111 ഭൂരഹിത ഭവനരഹിതരുമാണുള്ളത്. ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള 135 വരെയുള്ളവർക്ക് ആദ്യഘട്ടത്തിൽ ധനസഹായം അനുവദിക്കുകയും നിർമ്മാണം പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. 136 മുതൽ 307 വരെയുള്ള ഗുണഭോക്താക്കൾക്ക് 3ാം ഘട്ടമായി ധനസഹായം അനുവദിക്കുന്നതിന് ലിസ്റ്റിലെ മുഴുവൻ ഗുണഭോക്താക്കൾക്കും ആനുകൂല്യം നൽകുന്നതിനുള്ള ഗുണഭോക്താക്കളുടെ രേഖാപരിശോധനാ യോഗം ഗ്രാമപഞ്ചായത്ത് പൊതുസഭാ ഹാളിൽ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് P. വിജയലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് T. ശശികുമാർ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P. മുഹമ്മദ് കാസിം, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ M. ബിന്ദു, പദ്ധതി നിർവഹണ ഉദ്യോഗസ്ഥനായ P. അംബിക, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി KL നിഷ, VO രാജേഷ്, വാർഡ് മെമ്പർമാരായ IC കമലാക്ഷി, A. വിജിത, V. ധന്യ, P. ലത, PB ധന്യ, T. ഗിരീഷ്മ, MN സുരേന്ദ്രനുണ്ണി, P. ഗംഗാധരൻ തുടങ്ങിയവർ പങ്കെടുത്തു. തസ്വഭാവ ശുചിത്വ മിഷൻ സ്വച്ഛതാ ഹി സേവ 2025 ക്യാമ്പയിന്റെ പ്രചരണാർത്ഥം പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് സൗഹൃദ ഫുട്ബോൾ മേള നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TC റമീഷ ഉദ്ഘാടനം ചെയ്തു. ശുചിത്വ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിനിന്റെ ഭാഗമായി വിവിധ പ്രവർത്തനങ്ങളാണ് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്നത്. ഇതിന്റെ ഭാഗമായാണ് സൗഹൃദ ഫുട്ബോൾ മേള സംഘടിപ്പിച്ചത്. വിവിധ ടീമുകൾ പങ്കെടുത്ത മേളയിൽ പോലീസ് യൂണിറ്റ് ജേതാക്കളായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TC റമീഷ മേള ഉദ്ഘാടനം ചെയ്തു. പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി ശുചിത്വോത്സവം 2025 സൗഹൃദ ഫുട്ബോൾ മത്സരമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ ഒരു മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി തന്നെ എല്ലാവരും ഏറ്റെടുത്ത് നമ്മുടെ ആശാ വർക്കർമാർ, അതുപോലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ, കുടുംബശ്രീ, പഞ്ചായത്തിലെ സ്റ്റാഫ് മെമ്പർമാർ, വ്യാപാരികൾ, ട്രോമാ കെയർ, പോലീസ് വാളണ്ടിയർമാർ ഇവരൊക്കെ ഏറ്റെടുത്തുകൊണ്ട്
പോലീസ് ടീമും ഒക്കെ ഏറ്റെടുത്തുകൊണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു സൗഹൃദ ഫുട്ബോൾ മത്സരം വളരെ സൗഹൃദപരമായി കൊണ്ട് തന്നെ ഇന്നിവിടെ നടക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. മാലിന്യമുക്ത നവകേരളത്തിനെ ഇത്രയും ഏറ്റെടുത്ത് നമ്മുടെ പഞ്ചായത്തിനെ ശുചിത്വമാക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇത്തരത്തിൽ ഒരു മെസ്സേജ് കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഫുട്ബോൾ മത്സരം ഇവിടെ നടത്തിയിട്ടുള്ളത്. സ്ഥിരം സമിതി അധ്യക്ഷൻ പി സുനീർ, അംഗങ്ങളായ പി ആർ രോഹിൽനാഥ്, ടി സൈനുൽ ആബിദ്, പഞ്ചായത്ത് സെക്രട്ടറി അവിസന്ന പ്രസാദ്, CDS പ്രസിഡന്റ് ശാലിനി വളരാട്, ഹരിതകർമ്മസേന പ്രസിഡന്റ് KM ശാന്തകുമാരി, സെക്രട്ടറി മിനിമോൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാണ്ടിക്കാട്. കോഴിക്കോട് പാലക്കാട് ദേശീയപാത കരിങ്കല്ലത്താണി തൊടുകാപ്പ് തോടിന് കുറുകെയുള്ള പാലത്തിന്റെ കൈവരികൾ തകർന്നു. അപകട സാധ്യതയുള്ളതിനാൽ തകർന്ന ഭാഗം പോലീസിന്റെ ബാരിക്കേഡ് വെച്ചാണ് സംരക്ഷണം ഒരുക്കിയിട്ടുള്ളത്. ബാരിക്കേഡ് റോഡിലേക്ക് തള്ളി നീക്കുന്നതിനാൽ അത് മറ്റൊരു അപകടത്തിന് കാരണമാകും. കരിങ്കല്ലത്താണി ഭാഗത്തു നിന്നും മണ്ണാർക്കാട് ഭാഗത്തേക്ക് വരുമ്പോൾ ഇടതുവശത്തുള്ള കൈവരിയുടെ ഒരു ഭാഗമാണ് തകർന്നു പോയത്. 5 അടിയിലധികം നീളത്തിൽ കൈവരി തകർന്നു പോയതിനാൽ അപകട സാധ്യത കണക്കിലെടുത്ത് പോലീസിന്റെ ബാരിക്കേഡ് വെച്ചാണ് സുരക്ഷ ഒരുക്കിയിട്ടുള്ളത്. എന്നാൽ ബാരിക്കേഡിന്റെ ഒരു ഭാഗം റോഡിലേക്ക് തള്ളി നിൽക്കുന്നത് മറ്റൊരു അപകടത്തിനും കാരണമാകും. പാലത്തിന്റെ ഇരുവശത്തെയും കൈവരികൾ പൂർണ്ണമായും ശോചനീയാവസ്ഥയിലാണ്. മനുഷ്യരുടെ സുരക്ഷ കണക്കാക്കി കൈവരികൾ പുനർനിർമ്മിക്കണമെന്നാണ് യാത്രക്കാരുടെയും നാട്ടുകാരുടെയും ആവശ്യം. പട്ടാമ്പി മണ്ഡലത്തിൽ വിവിധ മേഖലകളിലെ വ്യക്തികൾക്കായി ഫസ്റ്റ് എയ്ഡ് ആൻഡ് എമർജൻസി കെയർ പരിശീലനം സംഘടിപ്പിക്കുന്നു. സമൂഹത്തിൽ സുരക്ഷാബോധം വളർത്താനും ജീവൻ രക്ഷിക്കാനുള്ള അറിവ് വ്യാപിപ്പിക്കാനും ലക്ഷ്യമിട്ടാണ് പരിശീലനം നൽകുന്നതെന്ന് മുഹമ്മദ് മോസിൻ MLA പറഞ്ഞു. നടത്തിപ്പിനായി സ്വാഗത സംഘം രൂപീകരിച്ചു. അപകടങ്ങളും അത്യാഹിത സാഹചര്യങ്ങളും നേരിടേണ്ടി വരുമ്പോൾ പ്രഥമ ശുശ്രൂഷയും CPR പരിശീലനവും ഉണ്ടെങ്കിൽ പലപ്പോഴും ജീവനുകൾ രക്ഷിക്കാമെന്ന അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് വിവിധ മേഖലയിലുള്ളവർക്ക് ഇത്തരത്തിലുള്ള പരിശീലനം ലഭ്യമാക്കുക എന്ന ലക്ഷ്യവുമായി മുഹമ്മദ് മോസിൻ MLA രംഗത്ത് വന്നത്. പട്ടാമ്പി മണ്ഡലത്തിൽ വിവിധ മേഖലകളിലെ വ്യക്തികൾക്കായാണ് പരിശീലനം നൽകുക. ഒക്ടോബർ 5-ന് പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ വെച്ചാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിന്റെ നടത്തിപ്പിനായി സ്വാഗത സംഘം രൂപീകരിച്ചു. എറണാകുളം ആസ്റ്റർ മെഡിസിറ്റിയുമായി സഹകരിച്ചാണ് പരിശീലന പരിപാടി. ശ്രദ്ധ ഫസ്റ്റ് എയ്ഡ് ആൻഡ് എമർജൻസി കെയർ എന്ന പേരിലാണ് പരിശീലനം ഒരുക്കുന്നതെന്നും മുഹമ്മദ് മോസിൻ MLA പറഞ്ഞു. ആവശ്യപ്പെട്ടതാണ്. ഫസ്റ്റ് എയ്ഡും എമർജൻസി കെയറും വളരെ അനിവാര്യമാണ് എന്നുള്ളത്. എന്നാൽ അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് നമ്മുടെ മുമ്പിൽ തന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കണ്ടപ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. പട്ടാമ്പി മണ്ഡലത്തിലെ ഓരോ വ്യക്തിയും നിരന്തരമായി പുതിയ കാര്യങ്ങളും അനിവാര്യമായ കാര്യങ്ങളും പഠിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കുക, അതുവഴി നമ്മുടെ നിയോജക മണ്ഡലത്തെ ഒരു ലേണിംഗ് കോൺസ്റ്റിറ്റ്യുവൻസി ആക്കി വളർത്തിയെടുക്കുക എന്ന ഒരു വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ആ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമ്മൾ അറിയേണ്ട ഒരു സാമൂഹ്യ ജീവി എന്നുള്ള നിലക്ക് വളരെ പ്രൈമറി ആയി നമ്മൾ അറിയേണ്ട കാര്യമാണ് ഇത്തരത്തിൽ എമർജൻസി കെയർ എന്ന് പറയുന്നത്. അടിയന്തര സാഹചര്യത്തിൽ പ്രഥമ ശുശ്രൂഷ നൽകാൻ നമുക്ക് കഴിയണം. ഭൂരിപക്ഷം ആളുകൾക്കും ഇതറിയില്ല എന്നുള്ളതാണ് സത്യം. CPR എങ്ങനെ കൊടുക്കണമെന്ന് നമ്മളൊരു വലിയ സദസ്സിന് നോക്കി ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറച്ച് ആളുകൾക്ക് അറിയും. ഇവിടെ ഡോക്ടർമാര് 3-4 ഡോക്ടർമാരുണ്ട് എന്നുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്കറിയാം. ബാക്കിയുള്ള എത്ര പേർക്ക് അറിയാമെന്ന് ചോദിച്ചാൽ നമുക്കൊന്നും അങ്ങനെ അറിയില്ല. അപ്പൊ ഇതൊരു അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇത് മുഴുവൻ ആളുകളെയും പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചു. നേരത്തെ ഫയർ ഓഫീസറുമായി സംസാരിച്ചു. ഫയറിന്റെ ഒരു ടീം അതിനുവേണ്ടി തയ്യാറാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് നമ്മുടെ സൂപ്രണ്ട് തന്നെ പറയും ഒരു ടീം അതിനുവേണ്ടി തയ്യാറായി വന്നിട്ടുണ്ട്. പക്ഷെ അത് മാത്രം കൊണ്ട് നമുക്ക് വിപുലമായ രീതിയിൽ എല്ലാവരെയും പഠിപ്പിക്കുക എന്നത് അത്ര എളുപ്പത്തിൽ മറ്റുള്ള വർക്കിന്റെ ഇടക്കാണ് ഇവർ പഠിപ്പിക്കുന്നതുകൊണ്ട് വിപുലമായ രീതിയിൽ കഴിയില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ ഒരുപാട് ആശുപത്രികളെ കൂടി നമ്മൾ ഇതിന്റെ ഭാഗമാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. സ്വാഗത സംഘ രൂപീകരണ യോഗം MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി അധ്യക്ഷയായി. പലപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് NK അബ്ദുൽ ലത്തീഫ്, മറ്റ് ജനപ്രതിനിധികൾ, ഡോക്ടർമാർ, വിവിധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ആരോഗ്യവകുപ്പും പൊതുവിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി പെരിന്തൽമണ്ണയിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്കായി മെഡിക്കൽ ബോർഡ് അസസ്മെന്റ് ക്യാമ്പ് സംഘടിപ്പിച്ചു. ലയൺസ് ക്ലബിന്റെ സഹകരണത്തോടെയാണ് ക്യാമ്പ് നടന്നത്. മലപ്പുറം, മങ്കട, പെരിന്തൽമണ്ണ BRCകളുടെ പരിധിയിലെ കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുത്തു. സമഗ്ര ശിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളെ മെഡിക്കൽ പരിശോധന നടത്തി അവർക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകുന്നതിന്റെ ഭാഗമായാണ് മെഡിക്കൽ ബോർഡ് അസസ്മെന്റ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ലയൺസ് ക്ലബിന്റെ സഹകരണത്തോടെ പെരിന്തൽമണ്ണ ലയൺസ് ക്ലബ് ഹാളിലാണ് പരിപാടി നടന്നത്.
മലപ്പുറം മംഗള പെരിന്തൽമണ്ണ BRC സ്കൂളിലെ പ്രത്യേക പരിശീലനം അർഹിക്കുന്നതും വിവിധ ശാരീരിക വൈകല്യങ്ങൾ അനുഭവിക്കുന്നതുമായ കുട്ടികളെ ക്യാമ്പിൽ പങ്കെടുപ്പിച്ചു. ലയൺസ് ക്ലബിൻ്റെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. പെരിന്തൽമണ്ണ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് വർഗീസ് തെക്കേക്കൂറ്റ ക്യാമ്പിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ലയൺസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് ഗവർണർ KN അനിൽകുമാർ മുഖ്യാതിഥിയായിരുന്നു. SSK ജില്ലാ പ്രോഗ്രാം ഓഫീസർ മനോജ് കുമാർ, ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ C സന്തോഷ് കുമാർ എന്നിവർ പദ്ധതി വിശദീകരിച്ചു. ലയൺസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് GST കോർഡിനേറ്റർ സുധീർ KP, റീജിയണൽ ചെയർമാൻ ഡോക്ടർ ഇമു റഹ്മാൻ, സോണൽ ചെയർമാൻ ശശികുമാർ സക്കേതം, ഏരിയ ചെയർപേഴ്സൺ ദേവിക PV, ട്രഷറർ ഷീജ റോയ് തുടങ്ങിയവർ പങ്കെടുത്തു. ക്യാമ്പിൽ പങ്കെടുത്ത കുട്ടികളെ ഓർത്തോ, PMR, ENT, ഒഫ്താൽ, ഓപ്റ്റോമെട്രി, ഓഡിയോളജി, ഫിസിയോതെറാപ്പി, MRL വിഭാഗങ്ങളിലെ വിദഗ്ധർ പരിശോധിച്ചു. നൂറുകണക്കിന് കുട്ടികൾ പരിശോധനാ ക്യാമ്പിൽ പങ്കെടുത്തു. പരിശോധനയിൽ കേൾവിക്കുറവോ കാഴ്ചക്കുറവോ ഭിന്നശേഷിയോ മറ്റ് എന്തെങ്കിലും വൈകല്യങ്ങളോ കണ്ടെത്തിയ കുട്ടികൾക്ക് സഹായ ഉപകരണങ്ങൾ നൽകും. പെരിന്തൽമണ്ണ മൻഫൗൽ ഇസ്ലാം സംഘത്തിൻ്റെയും മിറാസുൽ അംബിയ മദ്രസയുടെയും പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി മിലാദ് സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു. മത, സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖർ മിലാദ് സൗഹൃദ സംഗമത്തിൽ പങ്കെടുത്തു. പെരിന്തൽമണ്ണ മൻഫൗൽ ഇസ്ലാം സംഘത്തിൻ്റെയും മിറാസുൽ അംബിയ മദ്രസയുടെയും പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ഒരു വർഷം നീണ്ടുനിൽക്കുന്ന വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. പ്ലാറ്റിനം ജൂബിലി ആഘോഷ പരിപാടികൾ സെപ്റ്റംബർ 28-ന് ആരംഭിക്കും. ഇതിനു മുന്നോടിയായി മത, സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖരെ പങ്കെടുപ്പിച്ച് മിലാദ് സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ P ഷാജി സൗഹൃദ സംഗമം ഉദ്ഘാടനം ചെയ്തു. ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നം നമ്മുടെ നാട്ടിൽ ജാതിയിലേക്ക് മതത്തിലേക്ക് ഇല്ലല്ലോ. ഞാൻ 39 വർഷമായിട്ട് എനിക്കുണ്ടായി. എൻ്റെക്കാൾ കൂടുതൽ ജീവിച്ച ആളുകൾ നിങ്ങൾക്കുണ്ടായി. പിന്നെന്തിന് അതാ ഞാൻ പറഞ്ഞത്, പ്രത്യേകമായി ഒരു വിഭാഗത്തെ ആക്രമിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മിറാസുൽ അംബിയ മദ്രസയിൽ അധ്യാപകനായി അരനൂറ്റാണ്ടുകാലം പിന്നിട്ട അഷ്റഫ് ഉസ്താദിനെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ ആദരിച്ചു. ഒരു മത പഠനശാല ഈ അങ്ങാടിയിൽ നടത്തുകയും ഒക്കെ ചെയ്ത എല്ലാവർക്കും സുപരിചിതമായ 50 കൊല്ലക്കാലത്തെ 28 കൊല്ലക്കാരന്റെ 50 കൊല്ലം തുടർച്ചയായിട്ട് അധ്യാപനം നടത്തിയ ആളെയാണ് ചില്ലറ കാര്യങ്ങൾ അതും ഈ അങ്ങാടി. മുഹമ്മദ് നബിയുടെ 1500ാമത് ജന്മദിന ആഘോഷത്തിന്റെ ഭാഗമായി പരസ്പര സ്നേഹ സൗഹൃദങ്ങളുടെ സന്ദേശം സമൂഹത്തിന് കൈമാറുക എന്ന ഉദ്ദേശത്തോടുകൂടി സ്നേഹപ്രവാചകന്റെ കാരുണ്യലോകം എന്ന ശീർഷകത്തിലാണ് സംഗമം നടന്നത്. ജീവിതം മുഴുവൻ വേദനിക്കുന്നവന്റെ കണ്ണീരൊപ്പുവാനും യതീമിനെ തലോടുവാനും വിധവയെ ആശ്വസിപ്പിക്കുവാനും എവിടെയും സഹിഷ്ണുതയും സഹവർത്തിത്വവും സമാധാനത്തിന്റെയും വർത്തമാനങ്ങൾ പറഞ്ഞു കൊടുക്കുവാനുമാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ ജീവിതത്തിന്റെ ഏറെ ഭാഗവും ചെലവഴിച്ചത്. മലപ്പുറം ADM NM മെഹറലി ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. മുമ്പും നമുക്ക് നമ്മുടെ ചെറുപ്പകാലത്ത് നമുക്കറിയാം, 50-60 വയസ്സുള്ള ആൾക്കാരാണ് ഭൂരിഭാഗം ആൾക്കാർ. അന്നൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു പുതിയ ചിന്ത നമ്മളിൽ ചില ആൾക്കാരുടെ മനസ്സിലെങ്കിലും ഉണ്ടാക്കുന്നതിന് പുതിയ കാലഘട്ടത്തില് ഇത്തരത്തിലുള്ള സമൂഹത്തില് കുഴപ്പങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകണമെന്ന് കരുതിക്കൂട്ടി ചിന്തിക്കുന്ന ആൾക്കാരുടെ പ്രവൃത്തി കൊണ്ട് സാധാരണഗതിയിൽ അത്തരത്തിലുള്ള ചിന്തകൾ ഒരിക്കലും മനസ്സിൽ വരാത്ത ആൾക്കാരുടെ ഇടയിൽ പോലും പുതിയ തരം ചിന്തകൾ മറ്റുള്ളവരുടെ അവിശ്വാസം വളർന്നു എന്നുള്ളതിന് യാതൊരു സംശയമില്ല. മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് പച്ചേരി ഫാറൂഖ്, KPCC സെക്രട്ടറി V ബാബുരാജ്, ഡോക്ടർ രാമദാസ്, റവറന്റ് ഫാദർ ഡോക്ടർ വിക്ടർ J, പെരിന്തൽമണ്ണ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് PTS മൂസു, പെരിന്തൽമണ്ണ പ്രസ് ഫോറം പ്രസിഡന്റ് സത്താർ ആനമങ്ങാട്, പെരിന്തൽമണ്ണ ടൗൺ ജുമാ മസ്ജിദ് ഖത്തീബ് മുഹമ്മദ് അലി ഫൈസി അമ്പലക്കടവ്, കക്കൂത്ത് ജുമാ മസ്ജിദ് ഖത്തീബ് ജാഫർ ഫൈസി, അഷ്റഫ് ബിൻ അലി C മൂസ ഭഗവി, PP ഖാജ മുഹീദ്ദീൻ, കുറ്റിരി മാനുപ്പ തുടങ്ങിയവർ സംസാരിച്ചു. നിങ്ങൾ പള്ളി പറയാറുണ്ട്, നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നുവോ അത് മറ്റുള്ളവർക്ക് ചെയ്യുന്നു അല്ല. അത് മലപ്പുറം ജില്ലയിൽ വിജയിച്ചു. കാരണം ഞാൻ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെയ്യാൻ ഞാൻ ഇറങ്ങുമ്പോൾ
എല്ലാവരും ക്രിസ്ത്യാനികളെക്കാളും മുസ്ലിം സഹോദരൻ മുന്നോട്ട് വരുന്നത്. ഒരു മതം സ്നേഹത്തിന്റെ മതം, ഒരു ഭാഷ ഹൃദയത്തിന്റെ ഭാഷ, ഒരു ഈശ്വരനെ സർവേശ്വരനും സർവ്വവ്യാപിയായിട്ടും പഠിച്ചു ഒരു ഈശ്വരൻ. അത് എന്ത് പേര് പറഞ്ഞാലും ഒരു ദൈവം മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് തമ്മിൽ പരസ്പരം സ്നേഹിക്കാൻ മാത്രമേ. മാത്രമല്ല, ഇപ്പോൾ ചെറിയ ഉദാഹരണം, നമ്മുടെ ഈ അക്ഷരങ്ങൾ എന്ന് പറയാൻ നമ്മൾ പഠിക്കുമ്പോൾ അക്ഷരങ്ങൾ പഠിക്കുന്നത്, ഈ അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ ക്ഷയിക്കാത്താണ് അക്ഷരങ്ങൾ. ഈ ഓരോ അക്ഷരങ്ങൾക്കും വളരെ ഊർജ്ജമുണ്ട്. ഉദാഹരണത്തിന് മാ എന്ന അക്ഷരം, കിനാദിൽ ഹംസക്കുട്ടി ഹാജി, മുഹമ്മദ് കുട്ടി ഫൈസി, കാരാട്ടിൽ കുഞ്ഞു ഹാജി, എൻ എ അബൂബക്കർ ഹാജി, പി ബാപ്പു ഹാജി, MT കുഞ്ഞി മൊയ്തീൻ തുടങ്ങിയവരും പങ്കെടുത്തു. വല്ലപ്പുഴ സർവീസ് സഹകരണ ബാങ്കിന്റെ വാർഷിക പൊതുയോഗം ചേർന്നു. ബാങ്ക് ഭരണസമിതി ഭാരവാഹികളും ഇടപാടുകാരും പങ്കെടുത്തു. വല്ലപ്പുഴ സർവീസ് സഹകരണ ബാങ്കിന്റെ 2024-2025 വർഷത്തെ വാർഷിക പൊതുയോഗമാണ് വിപുലമായി നടത്തിയത്. നെല്ലായ ഗ്രേസ് കൺവെൻഷൻ സെന്ററിൽ നടന്ന പൊതുയോഗത്തിൽ ബാങ്ക് പ്രസിഡന്റ് P ബഷീർ, വൈസ് പ്രസിഡന്റ് കളത്തിൽ മാന, ഡയറക്ടർമാരായ കളത്തിൽ മുഹമ്മദ് അഷ്റഫ്, അബ്ദുൽ സലാം C, രായിൻ കീഴ്ശ്ശേരി, K രാജീവ്, E ഉണ്ണികൃഷ്ണൻ, P കബീർ, CK ഉബൈദ്, M ജലജ, K റസിയ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ബാങ്ക് സെക്രട്ടറി P അഷ്റഫ് അലി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബാങ്ക് ഓഡിറ്റർ ഹീര, ബാങ്ക് സെയിൽ ഓഫീസർ NN ജയൻ എന്നിവരും പങ്കെടുത്തു. വല്ലപ്പുഴ സർവീസ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഇവിടെ സ്വാഗതം പറഞ്ഞ മാന സൂചിപ്പിച്ച പോലെ ബ്രാഞ്ചുകളുടെ നവീകരണങ്ങൾ, ഉദാഹരണത്തിന് മാരായംകുളം ബ്രാഞ്ച് ശോചനമായ അവസ്ഥയിലായിരുന്നു. അവിടെ കെട്ടിടമല്ല, അത് പുതുക്കിപ്പണിത് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. അതുപോലെ തന്നെ നീതി മെഡിക്കൽ സ്റ്റോർ പേനാട്ട് ഹെഡ് ഓഫീസിൻ്റെ താഴെ പ്രവർത്തനം ആരംഭിച്ചു. വളരെ വിലക്കുറവിൽ ആവശ്യമായ മരുന്നുകളെല്ലാം അവിടെ ലഭ്യമാണ്. അടുത്ത കുറച്ച് ശോചനമായ ബ്രാഞ്ചാണ് നമ്മുടെ വല്ലപ്പുഴ 6ാം ബ്രാഞ്ച്, ഈവനിംഗ് ബ്രാഞ്ച്. ആ ബ്രാഞ്ചിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 10ാമത് ദേശീയ ആയുർവേദ ദിനത്തോടനുബന്ധിച്ച് തെങ്കര പുഞ്ചക്കോട് ആയുർവേദ ആശുപത്രിയിൽ ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ സംഘടിപ്പിച്ചു. തെങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് A ഷൗക്കത്ത് ചടങ്ങുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പുഞ്ചക്കോട് ആയുർവേദ ആശുപത്രിയിൽ സംഘടിപ്പിച്ച ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യസ്ഥിരം സമിതി ചെയർമാൻ KP ജഹീഫ് അധ്യക്ഷത വഹിച്ചു. ആശുപത്രി ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ PM ദിനേശൻ, മെഡിക്കൽ ഓഫീസർമാരായ കൃഷ്ണകുമാർ, ശ്രീലക്ഷ്മി, ഷാന, സ്റ്റാഫ് നഴ്സ് ഷീബ എന്നിവർ പ്രസംഗിച്ചു. ജീവിതശൈലി രോഗപ്രതിരോധത്തെക്കുറിച്ച് സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ K ശ്രീലത ബോധവൽക്കരണ ക്ലാസ് നടത്തി. ആശുപത്രിയിൽ ആരംഭിച്ച സ്പോർട്സ് യൂണിറ്റിന്റെ ഉദ്ഘാടനം ആരോഗ്യമന്ത്രി വീണ ജോർജ് ഓൺലൈനായി നിർവഹിച്ചു. തുടർന്നുള്ള ഒരാഴ്ചക്കാലം യോഗ പരിശീലനം, വിദ്യാർത്ഥികൾക്കുള്ള ക്വിസ്, ആയുർവേദ ചികിത്സാ ഉപകരണങ്ങളുടെയും ഔഷധങ്ങളുടെയും എക്സിബിഷൻ, അർശോഭഗന്ധര രോഗങ്ങൾക്കുള്ള മെഡിക്കൽ ക്യാമ്പ്, ആനമുളി ഉന്നതിയിൽ പ്രത്യേക മെഡിക്കൽ ക്യാമ്പ് എന്നിവ നടക്കും. വീണ്ടും ഇടവേള. വാർത്തകളിലേക്ക് ഇനി കാണാം ഷോർട്ട് ന്യൂസ്. കരിമ്പുഴ പഞ്ചായത്ത് 2025-2026 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 70 വയസ്സ് പിന്നിട്ട കരിമ്പുഴ 2 വില്ലേജിലെ BPL കുടുംബങ്ങൾക്ക് പോഷകാഹാര കിറ്റ് വിതരണം ചെയ്തു. മുൻ മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം നിർവഹിച്ചു. 3 മാസ ഇടവേളയിലാണ് പഞ്ചായത്ത് കിറ്റുകൾ നൽകാൻ ഉദ്ദേശിക്കുന്നതെന്ന് അധ്യക്ഷത വഹിച്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഹനീഫ പറഞ്ഞു. വൈസ് പ്രസിഡന്റ് N സാജിറ, KK ഷൗക്കത്തലി, K അനസ്, P ഹരിഗോവിന്ദൻ, ഉമ്മർകുന്നത്ത്, സുരേഷ് തെങ്ങിൻതോട്ടം, വിജയൻ മലയിൽ, CP സാദിഖ്, ബഷീർ EP, വിജിത C, രുക്മിണി C, രതീഷ് K എന്നിവർ സംസാരിച്ചു. കരിമ്പുഴ എളമ്പുലാശ്ശേരി KAUP സ്കൂൾ 75ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നിർവഹിച്ചു. കഷ്ടത അനുഭവിക്കുന്ന കുടുംബങ്ങളെ സഹായിക്കാൻ മുന്നോട്ട് വരുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ മാതൃകയാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പൊമ്പ്ര തച്ചങ്കോട് അനുശ്രീക്കാണ് വീട് നൽകിയത്.
കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ മാനേജർ പി ഹരിഗോവിന്ദൻ, എൻ സാജിറ, കെ കെ ഷൗക്കത്ത്, കെ രാമദാസൻ, സി പി സാദിഖ്, സുരേഷ് തെങ്ങിൻതോട്ടം, എ ശിവശങ്കരൻ, സി രുക്മിണി, വിജിത ടീച്ചർ, കൃഷ്ണനുണ്ണി, വി ജയചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ചെത്തല്ലൂർ പൊതുജന ഗ്രന്ഥാലയത്തിന്റെ സിൽവർ ജൂബിലി വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. സാംസ്കാരിക സമ്മേളനം പാലക്കാട് ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി കെ എൻ സുകുമാരനും പൊതുസമ്മേളനം കെ പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാരും കലാനിലയം ബാലകൃഷ്ണനും നിലവിളക്ക് കൊളുത്തി കഥകളിക്ക് അരങ്ങുണർത്തി. വിദ്യാരംഗം കലാസാഹിത്യവേദി കൊപ്പം പഞ്ചായത്ത് സർഗോത്സവം കരിങ്ങനാട് സൗത്ത് AMLP സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ചു. കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. തിയേറ്റർ ആർട്ടിസ്റ്റ് ആബിദ് മംഗലം, ചിത്രകലാധ്യാപകൻ ശ്രീനി ചെറുകാട്ടുമന, റിട്ടയർഡ് BRC ട്രെയിനർ സി ശങ്കരൻ, SCRT പാഠപുസ്തക രചനാ സമിതി അംഗം മനോഹരൻ മാസ്റ്റർ എന്നിവർ അഭിനയം, ചിത്രവര, കടങ്കഥ, കവിത തുടങ്ങിയ ശില്പശാലകൾക്ക് നേതൃത്വം നൽകി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ബീന അധ്യക്ഷത വഹിച്ചു. വളരെ മികച്ച രീതിയിലാണ് കുട്ടികളുടെ ഇത്തരത്തിലുള്ള പാഠ്യവിഷയത്തോടൊപ്പം തന്നെ പാഠ്യേതര വിഷയങ്ങളിലും കുട്ടികളുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാൻ ആവശ്യമായ വലിയ പിന്തുണ നൽകുകയാണ്. നമ്മുടെ കുട്ടികൾ നന്നായി പഠിച്ച് മിടുക്കരാകുക മാത്രമല്ല, അവരെ നമ്മുടെ സമൂഹത്തോട് ഇടപഴകുന്ന രീതിയിലാക്കി തീർക്കുക കൂടി ഈ ഘട്ടത്തിലുള്ള ഉത്തരവാദിത്തമാണ് അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും പൊതുസമൂഹത്തിൻ്റെയും. നല്ല വിദ്യാഭ്യാസം നേടി നല്ലൊരു ജോലി നേടിയാൽ ഒരു യന്ത്രത്തെ പോലെ ആയാൽ എങ്ങനെയാകും പിന്നീടുള്ള പ്രശ്നങ്ങൾ? നമ്മൾ ഇപ്പോൾ എന്താ പറയുക, ഒരു അച്ചടിക്കുന്ന മെഷീൻ, ആ മെഷീൻ അച്ചടിക്കുക മാത്രമാണ് ചെയ്യുക. ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ, അത് ഫോട്ടോസ്റ്റാറ്റ് എടുക്കുക മാത്രമാണ്. മനുഷ്യൻ പല തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു സർവ്വതോന്മുഖമായ ഒരു മെഷീനാണ്. അങ്ങനെ മെഷീനായി മാറണം. എന്ത് പ്രവൃത്തിയും നമ്മുടെ മനസ്സിൽ തോന്നുന്ന രീതിയിൽ അവിടെ നമ്മുടെ മുന്നിലുള്ള വിഷയത്തെ കണ്ട് പ്രതികരിക്കാനും ഇടപെടാനും കഴിയുന്ന രീതിയിൽ വളർത്തി വലുതാക്കി എടുക്കേണ്ടതുണ്ട്. വെള്ളിനേഴി ചെങ്ങിണിക്കോട്ടുകാവ് ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾ തുടങ്ങി. രണ്ടാം ദിവസം തേജസ് കൃഷ്ണ നടുവീട്ടിൽ അവതരിപ്പിച്ച കരോക്കെ ഭക്തിഗാനവും സരിത കലാക്ഷേത്ര പാർട്ടി അവതരിപ്പിച്ച ഭരതനാട്യവും അരങ്ങേറി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വികസന പ്രശ്നങ്ങൾ ഉയർത്തി മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ നഗരസഭയിലേക്ക് മുസ്ലിം ലീഗ് മാർച്ച്. പോലീസ് പ്രവർത്തകരെ ചവിട്ടിയെന്നാരോപിച്ച് ഉന്തും തള്ളും. സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിക്കാരായിട്ടും നഗരസഭയിൽ വേണ്ടത്ര വികസനം കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത പി അബ്ദുൽ ഹമീദ് MLA. ഷൊർണൂർ നഗരസഭയിൽ ദുർഭരണവും അനധികൃത നിയമനവും ആരോപിച്ച് BJP കൗൺസിലർമാരുടെ ഉപവാസം. കേന്ദ്ര പദ്ധതികളെ നഗരസഭ അവഗണിക്കുന്നുവെന്നും BJP കൗൺസിലർമാർ. കാപ്പ ശിക്ഷ കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചെത്തിയ യുവാവ് വീണ്ടും അറസ്റ്റിൽ. നീലാഞ്ചേരി സ്വദേശി വിഷ്ണുവിനെയാണ് മലപ്പുറം കരുവാരക്കുണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് പരാതി നൽകിയവരെ വീട്ടിൽ കയറി ആക്രമിച്ചതിനെ തുടർന്ന്. മുതിർന്ന കോൺഗ്രസ് നേതാവും KPCC മുൻ സെക്രട്ടറിയുമായ PJ പൗലോസ് അന്തരിച്ചു. 80 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് മണ്ണാർക്കാട് കുമരംപുത്തൂർ സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയിൽ. വിട പറഞ്ഞത് അട്ടപ്പാടി ഉൾപ്പെടെ മലയോര മേഖലകളിൽ കോൺഗ്രസിന് വേരുകളുണ്ടാക്കിയ നേതാവ്. ലൈഫ് മിഷൻ പട്ടികജാതിക്കാരിൽ അർഹരായ മുഴുവൻ ഗുണഭോക്താക്കൾക്കും ആനുകൂല്യം നൽകുന്ന പാലക്കാട് ജില്ലയിലെ ആദ്യ പഞ്ചായത്തായി അമ്പലപ്പാറ. 307 ഗുണഭോക്താക്കൾക്കാണ് വീട് ലഭിക്കുക.